ലോകത്ത് കാലത്തെ അതിജീവിച്ച് നിൽക്കുന്ന ചില കെട്ടിടങ്ങളുണ്ട്. അവയുടെ ചുമരുകൾക്കുള്ളിൽ സന്തോഷത്തിൻ്റെയും അതിലുപരി അഗാധമായ ദുരന്തങ്ങളുടെയും കഥകൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു. കാലിഫോർണിയയിലെ സാൻഡിയാഗോ നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള അത്തരമൊരു വീടാണ് വേലി ഹൗസ്. അമേരിക്കയിലെ ഏറ്റവും അധികം പ്രേതബാധയുള്ള വീട് എന്ന് ഈ കെട്ടിടം അറിയപ്പെടുന്നു. പുറമേ കാണുമ്പോൾ ശാന്തവും മനോഹരവുമായ ഒരു ചരിത്ര സ്മാരകം. എന്നാൽ ഇതിൻ്റെ അടിത്തറയിൽ ഒരു കുറ്റവാളിയെ തൂക്കിലേറ്റിയതിൻ്റെ ചോരയുടെ ഗന്ധമുണ്ട്. കൂടാതെ ഇവിടെ ജീവിച്ച ഒരു കുടുംബത്തിൻ്റെ കണ്ണീരിൻ്റെയും ആത്മഹത്യയുടെയും വേദനയുമുണ്ട്. ഈ വീട്ടിലെ ഓരോ മൂലയിലും അദൃശ്യമായ എന്തോ ഒന്ന് നമ്മെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് അധികവും. ഈ ചരിത്രവും ദുരന്തങ്ങളും ഒപ്പം അതിഭീകരമായ അമാനുഷിക സംഭവങ്ങളും നിങ്ങളെ തേടി എത്തുകയാണ്. ചരിത്രത്തിൻ്റെ ചുരുളുകൾ അഴിയുമ്പോൾ സത്യം ഭയപ്പെടുത്തുന്ന ഒരു രഹസ്യമായി മാറുന്നത് നമുക്ക് കാണാം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തോമസ് വേലി എന്ന ഒരു വ്യാപാരി 1850കളുടെ തുടക്കത്തിൽ ന്യൂയോർക്കിൽ നിന്നും കാലിഫോർണിയയിലേക്ക് ഭാഗ്യം തേടിയെത്തിയ വ്യക്തിയാണ്. ഒരുപാട് സ്വപ്നങ്ങളുമായി അദ്ദേഹം സാൻഡിയാഗോയിലെ ഓൾഡ് ടൗണിൽ തൻ്റെ കുടുംബത്തിനായി ഒരു വീട് നിർമ്മിക്കാൻ തീരുമാനിച്ചു. 1857 അദ്ദേഹം ആ വീട് പണിതു. അന്ന് ആ പ്രദേശത്തെ ഏറ്റവും മനോഹരവും ആധുനികവുമായ ഇഷ്ടിക വീടായിരുന്നു അത്. എന്നാൽ ആ വീട് നിർമ്മിച്ച സ്ഥലത്തിന് ഒരു ദുരന്ത ചരിത്രമുണ്ടായിരുന്നു. ആ വീട് പണിത കൃത്യം സ്ഥലത്ത് 1852 ജെയിംസ് യാങ്കി ജിം റോബിൻസൺ എന്ന കള്ളനെ പൊതുജന മധ്യത്തിൽ തൂക്കിലേറ്റുകയുണ്ടായി. തോമസ് വേലി പോലും ഈ തൂക്കിലേറ്റൽ കണ്ടിരുന്നു. ഈ സ്ഥലത്തിൻ്റെ ദുരന്തപൂർണമായ ഭൂതകാലത്തെക്കുറിച്ച് വേലിക്ക് അറിയാമായിരുന്നിട്ടും അദ്ദേഹം അവിടെ തന്നെ വീട് പണിയാൻ തീരുമാനിച്ചു. പുതിയ വീട്ടിലേക്ക് താമസം മാറിയതിനു ശേഷം അധികം താമസിയാതെ തന്നെ വേലി കുടുംബത്തിന് മേൽ ദുരന്തങ്ങൾ തുടർക്കഥയായി. ഈ വീടിൻ്റെ ഭയാനകമായ പ്രശസ്തിക്ക് കാരണമായ പ്രധാന സംഭവങ്ങൾ ഇവയാണ്. വീട്ടിൽ താമസിച്ച് അധികം വൈകാതെ തന്നെ തോമസിൻ്റെ മകൻ തോമസ് ജൂനിയർ 18 മാസം മാത്രം പ്രായമുള്ളപ്പോൾ സ്കാർലറ്റ് ഫീവർ ബാധിച്ച് ഈ വീട്ടിൽ വെച്ച് മരണമടഞ്ഞു. 1885 തോമസിൻ്റെ മകൾ വയലറ്റ് വേലി ഒരു കള്ളൻ്റെ കെണിയിൽപ്പെട്ട് വിവാഹബന്ധം തകർന്നു. കടുത്ത അപമാനത്തിലും വിഷാദത്തിലുമായിരുന്ന അവൾ 22ാമത്തെ വയസ്സിൽ ഈ വീട്ടിൽ വെച്ച് ആത്മഹത്യ ചെയ്തു. ദുരന്തങ്ങൾക്കിടയിലും വേലി ഹൗസ് ഒരു കൗണ്ടി കോടതിയായും സാൻഡിയാഗോയിലെ ആദ്യത്തെ കൊമേഴ്ഷ്യൽ തിയേറ്ററായും ഒരു ജനറൽ സ്റ്റോറായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ പലവിധ ഉപയോഗങ്ങളും വീടിൻ്റെ ഭാരം വർദ്ധിപ്പിച്ചു. പിന്നീട് വർഷങ്ങൾക്കിപ്പുറം തോമസും വേലിയും അദ്ദേഹത്തിൻ്റെ ഭാര്യ അന്ന വേലിയും മക്കളായ ഫ്രാൻസിസ് ഉൾപ്പെടെ ഉള്ളവരും ഈ വീട്ടിൽ വെച്ച് തന്നെയാണ് മരണമടഞ്ഞത്. 1953 മകൾ കൊറിൻ മരിക്കുന്നതുവരെ വേലി കുടുംബത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു. ചുരുക്കത്തിൽ ഈ വീടൊരു സാധാരണ വീടായിരുന്നില്ല. അതൊരു തൂക്കുമരത്തിൻ്റെ മുകളിൽ പണിത ദുരന്തങ്ങൾ മാത്രം നിറഞ്ഞ ഒരു കുടുംബത്തിൻ്റെ സ്മാരകമായി മാറി. ഇവിടെ മരിച്ചവരുടെ എല്ലാം ആത്മാക്കൾ ഇന്നും ഈ വീട്ടിൽ അലഞ്ഞു തിരിയുന്നുണ്ടെന്നാണ് വിശ്വാസം. വേലി ഹൗസിൻ്റെ പ്രേതബാധയുള്ള കഥകൾക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഈ വീട്ടിൽ താമസിച്ചിരുന്ന കാലത്ത് തന്നെ വേലി കുടുംബാംഗങ്ങൾ അമാനുഷിക സാന്നിധ്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. വീട്ടിലേക്ക് താമസം മാറിയ ശേഷം തോമസ് വേലിയും കുടുംബവും 2ാം നിലയിൽ ഘനമുള്ള കാൽപെരുമാറ്റങ്ങൾ കേൾക്കാൻ തുടങ്ങി. ഈ ശബ്ദം കേൾക്കുമ്പോഴെല്ലാം വേലി ഉറപ്പിച്ചു പറയുമായിരുന്നു, ആ ശാപം പിടിച്ച യാങ്കി ജിം വീണ്ടും പണി തുടങ്ങിയിരിക്കുന്നു. തൂക്കിലേറ്റപ്പെട്ട യാങ്കി ജിമ്മിൻ്റെ 6 അടി 4 ഇഞ്ച് ഉയരമുള്ള രൂപം പലപ്പോഴും വീടിൻ്റെ പടികളിലും മറ്റ് ഭാഗങ്ങളിലും കണ്ടിട്ടുണ്ടെന്ന് പല സന്ദർശകരും ജീവനക്കാരും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ചിലപ്പോൾ കനത്ത പുകയിലയുടെ മണം അനുഭവപ്പെടാറുണ്ടെന്നും അത് യാങ്കി ജിമ്മിൻ്റേതാണെന്നും വിശ്വസിക്കപ്പെടുന്നു. ആത്മഹത്യ ചെയ്ത മകൾ വയലറ്റ് വേലിയുടെ ആത്മാവാണ് ഈ വീട്ടിലെ ഏറ്റവും ദുഃഖകരമായ സാന്നിധ്യം. സന്ദർശകർ പലപ്പോഴും വയലറ്റ് ധരിച്ച വസ്ത്രങ്ങളോട് കൂടിയ ഒരു സ്ത്രീരൂപത്തെ വീടിൻ്റെ താഴത്തെ നിലയിൽ, പ്രത്യേകിച്ചും സിറ്റിംഗ് റൂമിൽ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു. ചിലർക്ക് വിഷാദത്തിൻ്റെയും കടുത്ത സങ്കടത്തിൻ്റെയും ഒരു തരംഗമാണ് വയലറ്റിൻ്റെ സാന്നിധ്യം അറിയുമ്പോൾ അനുഭവപ്പെടുന്നത്. വേലി ഹൗസിൽ മരണം സംഭവിച്ച മറ്റു കുടുംബാംഗങ്ങളുടെ ആത്മാവുകളും ഇവിടെ അലയുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ശിശുവായ തോമസ് ജൂനിയർ മരിച്ച മുറിയിൽ നിന്ന് ഇടയ്ക്കിടെ കുഞ്ഞിൻ്റെ ചിരി കേൾക്കുന്നതായും ചെറിയ കാൽപെരുമാറ്റങ്ങൾ കേൾക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ചിലർക്ക് ഒരു മാതാവിൻ്റെ വാത്സല്യം നിറഞ്ഞ സാന്നിധ്യം ഇവിടെ അനുഭവപ്പെടാറുണ്ടെന്നും പറയുന്നു. പലപ്പോഴും തോമസ് വേലിയുടെ രൂപം മുകളിലത്തെ നിലയിലെ കോടതി മുറിയിലോ അല്ലെങ്കിൽ ലാൻഡിങ്ങിലോ പ്രത്യക്ഷപ്പെടാറുണ്ടെന്ന് പറയപ്പെടുന്നു. അന്ന വേലിയുടെ പ്രേതത്തെ പലപ്പോഴും താഴത്തെ നിലയിൽ വീടിൻ്റെ മുൻവശത്ത് കാണാറുണ്ടെന്നും പഴയ തരം പെർഫ്യൂമിൻ്റെ മണം അവിടെ അനുഭവപ്പെടാറുണ്ടെന്നും സന്ദർശകർ സാക്ഷ്യപ്പെടുത്തുന്നു. കാറ്റോ കുലുക്കമോ ഇല്ലാതെ വീടിൻ്റെ ഷാൻഡലിയർ തനിയെ ആടുന്ന കാഴ്ച പലരും കണ്ടിട്ടുണ്ട്.
ഇത് ഒരു അദൃശ്യ ശക്തിയുടെ സാന്നിധ്യമാണ് സൂചിപ്പിക്കുന്നത്. മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് പെട്ടെന്ന് അന്തരീക്ഷം തണുക്കുന്ന കോൾഡ് സ്പോട്ടുകൾ ഈ വീടിൻ്റെ പലയിടത്തും ഉണ്ടെന്ന് പ്രേത ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. വാതിലുകൾ തനിയെ അടയുന്ന ശബ്ദം, ആരോ നിങ്ങളോട് മന്ത്രിക്കുന്നത് പോലെയുള്ള അവ്യക്തമായ ശബ്ദങ്ങൾ, പഴയ റേഡിയോയുടെ മ്യൂസിക് എന്നിവയും ഇവിടെ പതിവായി കേൾക്കാറുണ്ട്. ഈ അമാനുഷിക സംഭവങ്ങൾ കാരണം ട്രാവൽ ചാനൽ ഈ വീടിനെ അമേരിക്കയിലെ ഏറ്റവും അധികം പ്രേതബാധയുള്ള വീട് എന്ന് പ്രഖ്യാപിച്ചു. ലോകമെമ്പാടുമുള്ള നിരവധി പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റർമാരും ഈ വീട്ടിൽ എത്തിയിട്ടുണ്ട്. അവരെല്ലാവരും തന്നെ ഈ വീട്ടിൽ അസ്വാഭാവികമായ ഊർജത്തിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബെയ്ലി ഹൗസ് കേവലം ഒരു പഴയ കെട്ടിടമല്ല, അത് ചരിത്രവും ദുരന്തവും അമാനുഷികതയും കൂടിക്കുഴഞ്ഞ ഒരു ലോകമാണ്. ഒരു തൂക്കുമരത്തിൻ്റെ മുകളിൽ ഉയർന്നു വന്ന ഒരു വീട്, അവിടെ താമസിച്ച കുടുംബത്തിൻ്റെ ദുരിതങ്ങൾ മാത്രം നൽകി. യാങ്കി ജിം എന്ന കള്ളൻ്റെ ആത്മാവ്, കുഞ്ഞായ തോമസ് ജൂനിയറിൻ്റെ ചിരി, ആത്മഹത്യ ചെയ്ത വയലറ്റിൻ്റെ വേദന, ഇവയെല്ലാം ഇന്നും ആ വീടിൻ്റെ ചുമരുകൾക്കുള്ളിൽ ജീവിക്കുന്നു. നിങ്ങൾ പ്രേതങ്ങളിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിലും ബെയ്ലി ഹൗസിൻ്റെ കഥ നമുക്ക് നൽകുന്ന പാഠം വളരെ വലുതാണ്. ചരിത്രത്തിൽ സംഭവിച്ച ദുരന്തങ്ങൾ അത്ര എളുപ്പത്തിൽ മാഞ്ഞു പോകില്ല. ചിലപ്പോൾ ആത്മാക്കൾക്ക് പറയാനുള്ള കഥകൾ കേൾക്കാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ബെയ്ലി ഹൗസിലെ ഈ സംഭവങ്ങളെല്ലാം വെറും കെട്ടുകഥകളാണ്, അതോ ഇന്നും ഇവിടെ അലയുന്ന ആത്മാക്കളുണ്ട്? നിങ്ങളുടെ പ്രതികരണം താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു ഭയാനകമായ കഥയുമായി കാണാം. അതുവരെ ശുഭദിനം.